ഇന്നത്തെ വിഷയം എന്താണ് ദൈവികതയെന്നും എന്തുകൊണ്ടാണ് പല ആളുകൾക്കും തൻ്റെ ഉള്ളിലുള്ള ദൈവികതകൾ അനുഭവിക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോകുന്നതെന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ഉള്ളിലുള്ള ഈ ദൈവികതകളെല്ലാം മനസ്സിലാക്കാനും അറിയാനും സാധിക്കുമെന്നും ഇനി ഈ ദൈവികതകളൊക്കെ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ആണെന്നുമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ദൈവികതയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കഥ നോക്കാം. എഖാർഡ് ടോളെ തൻ്റെ പുസ്തകമായ പവർ ഓഫ് നൗവിൽ തുടക്കത്തിൽ തന്നെ ആദ്യം ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു യാചകൻ 30 വർഷത്തിലേറെയായി വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ അയാളുടെ അരികിലൂടെ നടന്നുപോയി. യാന്ത്രികമായി തൻ്റെ പഴയ ബേസ്ബോൾ തൊപ്പി നീട്ടിക്കൊണ്ട് യാചകൻ ചോദിച്ചു, ചില്ലറ തരാനുണ്ടോ? നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, അപരിചിതൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്? ഒന്നുമില്ല, യാചകൻ മറുപടി പറഞ്ഞു. അത് വെറും ഒരു പഴയ പെട്ടിയാണ്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമായി ഞാൻ ഇതിനു മുകളിലാണ് ഇരിക്കുന്നത്. താങ്കൾ എപ്പോഴെങ്കിലും അതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അപരിചിതൻ ചോദിച്ചു. താങ്കൾ എപ്പോഴെങ്കിലും അതിനകത്തേക്ക് നോക്കിയിട്ടുണ്ടോ എന്ന് ഈ യാചകനോട് അപരിചിതൻ ചോദിച്ചു. ഇല്ല, യാചകൻ പറഞ്ഞു. നോക്കിയിട്ട് എന്താ കാര്യം? അതിനകത്തൊന്നുമില്ല. അതൊന്ന് തുറന്നു നോക്കൂ, അപരിചിതൻ നിർബന്ധിച്ചു. അപ്പോൾ യാചകൻ ആ പെട്ടിയുടെ അടപ്പ് ബലം പ്രയോഗിച്ച് തുറക്കുന്നതിൽ വിജയിച്ചു. അതിശയത്തോടെ, അവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെ അയാൾ കണ്ടു ആ പെട്ടിയിൽ സ്വർണം നിറഞ്ഞിരിക്കുന്നത്. ശേഷം എഴുത്തുകാരൻ ടോളെ പറയുവാണ്, നിങ്ങൾക്കൊന്നും തരാനില്ലാത്ത, നിങ്ങളോട് ഉള്ളിലേക്ക് നോക്കാൻ പറയുന്ന ആ അപരിചിതനാണ് ഞാൻ. ആ സാരോപദേശ കഥയിലേതുപോലെ ഏതെങ്കിലും ഒരു പെട്ടിയുടെ അകത്തല്ല ഞാൻ നോക്കാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും അരികത്തു നിങ്ങളുടെ ഉള്ളിലേക്കു തന്നെ.